വന്നതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം. ഇപ്പോൾ ചിക്കൻ്റെ ലെഗ് പീസ്. അപ്പോൾ നമ്മൾ സുഭാഷും വസന്തകുമാരിയും നടത്തുന്ന ഒരു കുഞ്ഞു കടയിലാണ് ഉള്ളത് തിരുവല്ലാമലയിൽ. നമ്മുടെ കൂടെ കഴിക്കാൻ എന്ന് അവരുടെ മോനാണ് ശിവൻ. ഒരു പീസ് കഴിക്കില്ല, കഴിക്കും നമ്മളവിടെ കമ്പനിക്ക് കഴിക്കും കേട്ടോ. വലിയ ലെഗ് പീസാണ്. ഇതിന് ഒരു പീസിന് 80 രൂപയും 2 എടുക്കുമ്പോൾ 150, 10 രൂപ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞല്ലേ. നല്ല നാടൻ സെറ്റപ്പിലാണ് പൊരിക്കുന്നത് അല്ലേ. ഒരുപാട് സംഭവങ്ങളില്ല, വളരെ കളറൊന്നും ചേർത്തിട്ടില്ല, നാച്ചുറൽ ആയിട്ടുള്ളത്. കഴിക്കട്ടെ, നോക്കിയിരിക്കലാണ് ഇവിടെ അല്ലേ. കഴിച്ചോ അടിപൊളിയാണ് കേട്ടോ, അബദ്ധം അറിയാം. നന്നായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് അധികം മസാല എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല, നാച്ചുറൽ സെറ്റപ്പിൽ. പിന്നെ കാടയുണ്ട്, ചില്ലി ഉണ്ട്, 3 ഐറ്റം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് അതിൽ കൊടുക്കുന്ന ഒരു സാലഡ് ഇവരുടെ നാരങ്ങ പിന്നെ പൊട്ടറ്റോ. പൊട്ടറ്റോ ഉണ്ട് അല്ലേ, അതിന് കൂടെ സൈഡ് കൊടുക്കാനേ. അത് സെറ്റപ്പാ. കാടൊക്കെ എത്ര? കാട വെച്ചിട്ടുള്ളൂ. അതായത് കാടിന്റെ പ്രത്യേകത വന്നത് ഫാമിൽ പോയി നല്ല ആൺകുട്ടിനെ തിരഞ്ഞെടുത്തിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അല്ലേ. പൂവൻ കാട, പിന്നെ അത്യാവശ്യം മാംസമുള്ള അല്ലേ. കാടയ്ക്ക് എത്ര? 100 രൂപ. കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ശ്വാസം മുട്ടലിനൊക്കെ ഏറ്റവും നല്ല ഒരു മരുന്നും കൂടിയാണ് കാട. അപ്പോൾ കാടയുണ്ട്, ഇത് അതിൻ്റെ കാട കഴിക്കാം കേട്ടോ. പിന്നെ ചില്ലി ഉണ്ട്, ചില്ലി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നല്ല ടേസ്റ്റ്. എല്ലാം കഴിക്കത്തോളേ, നല്ല ടേസ്റ്റ് ചെയ്ത് കാണിക്കണോ. നല്ല കുഞ്ഞു കുഞ്ഞു. ആ ഉണ്ണിനെ കണ്ട് വിളിക്കും, ചെറുതിനെ. ഓണച്ചിട്ട് കഴിക്കില്ല എല്ലാവരും കൂടി. എനിക്ക് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്ന് കഴിക്കണ വീടാട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ. ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് കഴിക്കണ പോലെ തോന്നുന്നു. ചെറിയൊരു സെറ്റപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് കഴിച്ചിട്ട് നല്ല സാധനമാണ് കേട്ടോ, വെറുതെ അല്ല, നല്ല അടിപൊളി സാധനമാണ്. കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം, ഇവരെ പോലുള്ളവരെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ അന്ന് വരണമെന്ന് ചോദിച്ചാൽ ഇപ്പം എത്തി. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം എനിക്കാണ്. കാരണം ഞാൻ ഇക്കാനെ ആദ്യം കോണ്ടാക്ട് ചെയ്തിട്ടേ പിന്നെ കുറച്ച് ഇപ്പോൾ ഒരു പറഞ്ഞപ്പോഴൊന്നും നിർത്തില്ല ഇവിടെ അങ്ങനെ തുടങ്ങി. കുറെ വർഷങ്ങൾക്ക് മുന്നേ കോണ്ടാക്ട് ചെയ്തല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇക്കാനൊന്ന് വിളിക്കാൻ ഒരു ചെറിയൊരു ചമ്മല്. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇക്കൊരു ചമ്മലും ഇല്ല. ഇക്ക സംഭവമാണ്. ഇക്ക ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ നമ്മൾ തിരുവല്ലാമലയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സുഭാഷിന്റെ കടയിൽ വരണം, കഴിക്കണം. ഇപ്പോൾ ഇരിക്കാനും സെറ്റപ്പില്ല, പക്ഷേ അവർ ഡൈനിങ് സെറ്റപ്പൊക്കെ ആക്കണം. എല്ലാവരും ടാറ്റ.